ഗുഡ് മോർണിംഗ് all of you. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1458 ഓഗസ്റ്റ് 16 തീയതി 2024, ഡേ 1 ഫോർ ഡബിൾ ലൈറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് ആദ്യം എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ പ്രോഗ്രാമിന് നന്ദി പറയാൻ. കാരണം ഇന്നലെ പ്രോഗ്രാം നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി സംബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി നമുക്ക് അടുത്ത ഒക്ടോബർ 2 നമുക്ക് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇനിയും ചെയ്യാം. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ പ്രോഗ്രാം ചെയ്യാം. അതേപോലെ തന്നെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രോഗ്രാം ചെയ്യാം. അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷനുകളിലൊക്കെ നമുക്ക് പ്രോഗ്രാംസ് ചെയ്യാം. അധ്യാപക ദിനം ഇപ്പം സെപ്റ്റംബർ 5 വരുമ്പോൾ നമുക്കൊരു പ്രോഗ്രാം ഇതുപോലെ ചെയ്യാം. എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ 5 അതേപോലെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, നവംബർ 14 ശിശുദിനം, ഡിസംബർ, അങ്ങനെ ഓരോ ചില പർട്ടിക്കുലർ ഡേയ്സ് ഒക്കെ നമുക്ക് ഇതുപോലുള്ള പബ്ലിക് പ്രോഗ്രാംസ് അതിനകത്ത് മുൻകൂട്ടി തന്നെ നമുക്ക് അനൗൺസ് ചെയ്ത സെമിനാറുകളാക്കി ആളുകൾക്ക് വിഷയമൊക്കെ പ്രസംഗിച്ച് റെഡിയായി അതിനൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാവും അത്. സോ എന്തായിരുന്നാലും എനിക്ക് ആദ്യം പറയാനുള്ളത് സ്പെഷ്യൽ താങ്ക്സ് ടു ദ കോർഡിനേറ്റർ, എസ്പെഷ്യലി റഹിമ മാം, കൊയക്ക, സജ്ന മാം, അങ്ങനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രഭാഷണങ്ങളൊക്കെ നടത്തിയ വളരെ പ്രധാനപ്പെട്ട മുഖ്യ സ്വാതന്ത്ര്യദിന സന്ദേശം റഹ്മ ടീച്ചർ, പിന്നെ ബാക്കി ഓരോ ആളുകളും, അധ്യക്ഷ പ്രശ്നം നടത്തിയ കോയ സാർ, പിന്നെ മൊയ്തീൻകുട്ടി സാർ, റഹ്മാൻ ഹനീഫ മൊല്ലാഞ്ചേരി, അബുമാഷ്, നാസർ സാർ, അങ്ങനെ സെറീന മാം, അങ്ങനെ കുറേ ആളുകൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഈ കോൺട്രിബ്യൂഷൻസിനൊക്കെ നമ്മൾ നന്ദി പറയണം. അതേപോലെ തന്നെ പുഷ്പ മാം, പിന്നെ നമ്മുടെ അത്താണിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ റഷ, അങ്ങനെ കുറേ ആളുകൾ, ഓരോ ആളുകളുടെയും പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇന്നലത്തെ പ്രോഗ്രാമിൽ സ്പെഷ്യലായിട്ട് നന്ദി പറയേണ്ടിയിരിക്കും. ആൻഡ് എസ്പെഷ്യലി റഹീമ മാമിൻ്റെ കോർഡിനേഷൻ, അത് അങ്ങേയറ്റം തിരക്കായിട്ടും ഷൗക്കത്ത് സാർ, അങ്ങനെ കുറേ ആളുകൾ അത് കോർഡിനേറ്റ് ചെയ്യാൻ, അതേപോലെ അബ്ദുൽ അസീസ് സാറുടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട പുസ്തക പരിചയപ്പെടുത്തൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാറ്റിനും സ്പെഷ്യലായിട്ട് ആ ഒരു പ്രോഗ്രാം വളരെ ഫാസ്റ്റായിട്ട് സ്പീഡായിട്ട് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും ഓർഗനൈസ് ചെയ്യുന്നതിലും അതിലെല്ലാവരും സഹകരിച്ചതിലും ഒക്കെയാണ് അത്ഭുതം. ഇത്തരം പരിപാടികൾ നമുക്കൊക്കെ ഒരു ഒരു പരസ്പരം ഇന്ററാക്ട് ചെയ്യാനും ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാനും ഇത്തരം സെഷനുകൾ, സ്വന്തമായിട്ട് സെമിനാറുകൾ, സെഷനൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇന്ന് ഞാൻ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കാം. സ്പിരിറ്റ് ഓഫ് വിന്നിങ്. നമുക്ക് ഈ സ്പിരിറ്റ് ഓഫ് വിന്നിങ് വളരെ കുറഞ്ഞ വാക്കുകൾ സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് ആക്ച്വലി സ്പിരിറ്റ് ഓഫ് വിന്നിങ്? സ്പിരിറ്റ് ഓഫ് വിന്നിങ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർ ചെയ്തൊരു പ്രോസസ്സിനകത്ത് വിൻ ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊരു ആറ്റിറ്റ്യൂഡ് വേണം ആക്ച്വലി. ഈ നമ്മൾ ഈ ആരംഭശൂരത്വം നമ്മൾ കാണാറുണ്ട്. ഈ ആരംഭശൂരത്വം സ്പിരിറ്റ് ഓഫ് വിന്നിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ ഇല്ലാത്ത, ഈ ആരംഭശൂരത്വത്തിലുണ്ടാകുന്ന ചലഞ്ച് സ്പിരിറ്റ് ഓഫ് വിന്നിങ് ഒന്നും ഉണ്ടാവില്ല. സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര സ്പിരിറ്റ് ഉണ്ടാവും, വിൻ ചെയ്യാൻ സ്പിരിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് തുടക്കത്തിൽ അത് രജിസ്റ്റർ ചെയ്യാനും അതിനകത്ത് പങ്കെടുക്കാനും അത് ഉണ്ടാക്കിയെടുക്കാനും അതിന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനും ഒക്കെ ഉണ്ടാവും. ബട്ട് അതത് വിൻ ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് ഒരു പ്രധാന, ഞാനിപ്പോൾ ഇന്ന് ഒരു 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 സ്പിരിറ്റ് ഓറിയന്റഡ്, വിന്നിങ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനകത്ത് പങ്കെടുത്തു. അപ്പോൾ ഞാൻ അതിനകത്തുള്ള എൻ്റെ ഒരു പാർട്ട്ണറോട് ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ മോട്ടോ, ജസ്റ്റ് പ്ലേയിങ് ഓർ വിന്നിങ്? അപ്പോൾ പറയുന്നോട് പറയുന്നത്, ജസ്റ്റ് പ്ലേയിങ് ഈസ് മൈ മോട്ടോ, ഐ ആം നോട്ട് സ്പിരിറ്റ് ഓഫ് വിന്നിങ് എനിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, സ്പിരിറ്റ് ഓഫ് വിന്നിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാകുന്ന നിർബന്ധമാണ്. coach2co.com എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ശരിക്കും അതിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും, അതിൽ തന്നെ ഇൻഫ്യൂസിങ് ദ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ടു യുവർ ബ്ലഡ്. അപ്പോൾ coach2co.com/demo അടിച്ചാൽ നിങ്ങൾക്ക് ഡെമോ സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കംപ്ലീറ്റ് ലോഡഡ് ആണ് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ആക്ച്വലി നമ്മൾ എഴുതിയിട്ടുള്ളത്, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബേസിക്കലി ഇൻസ്പയറിങ്ങോ മോട്ടിവേറ്റിങ്ങോ എന്നതിനേക്കാൾ അപ്പുറം സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആളുകളുടെ ബ്ലഡിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഐ ഷുഡ് വിൻ, ഐ എം ഗോയിങ് ടു വിൻ, ഐ വിൽ വിൻ, ഐ എം വിൻ ദ വിന്നർ എന്നുള്ള സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി. ഒരുപാട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആറ്റിറ്റ്യൂഡ്. സോ ഡു വി ഹാവ് എ പ്രോപ്പർ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആറ്റിറ്റ്യൂഡ്? സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആറ്റിറ്റ്യൂഡിന് ഉണ്ടാവേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഇന്നലെ ആരൊക്കെ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം ഇങ്ങനെ സമയം തെറ്റിയാലും നടന്നു പോകുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്പിരിറ്റ് ഓഫ് വിന്നിങ്. ഇത് വഴിക്ക് വീണു പോകരുത് എന്നുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട് ഇതിനകത്ത്.
സസ്റ്റൈനബിലിറ്റി സ്പിരിറ്റോ കൺസിസ്റ്റൻസി സ്പിരിറ്റോ അല്ലെങ്കിൽ പെർസിസ്റ്റൻസി സ്പിരിറ്റോ അല്ലെങ്കിൽ വിന്നിങ് സ്പിരിറ്റോ ഒക്കെ. സോ ഇത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും വിൻ ചെയ്ത് മടങ്ങാതെ പുറകോട്ട് പോരാതെ, ചില ആളുകളൊക്കെ പോയിട്ട് വഴിക്കുന്ന മടങ്ങി വരും. ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അത് പോയാൽ ശരിയാവില്ല എന്നാണ് ഒന്ന് രണ്ടാൾ അഭിപ്രായം പറയുന്നത്. വെറുതെ എന്തിനാ പിന്നെ അത്ര ദൂരം പോകണം. സോ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. അങ്ങനെ ചില പ്രോസസ്സുകൾ തുടങ്ങിയിട്ട് ചില ആൾക്കാർ ഒന്ന് രണ്ട് ആളുകൾ വന്നിട്ട് പറയുകയാണ് ഇത് ഇങ്ങനെ തുടങ്ങേണ്ട ആവശ്യമില്ല, ഇതൊന്നും ശരിയാവില്ല. അപ്പോൾ തുടങ്ങിയത് കാശ് മുടക്കിയതൊക്കെ പോയിട്ടുണ്ടോ. സോ ദിസ് ഹൗ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ശരിക്കും ഒരു ഇൻഡിവിജ്വലിനെ വളർത്താനും ഒരു ഇൻഡിവിജ്വലിന്റെ മൈൻഡ് സെറ്റിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാനും നമ്മുടെ ലൈഫിൽ ഒരുപാട് ആളുകൾക്ക് സ്പിരിറ്റ് ഓഫ് വിന്നിങ് ഹാൻഡ് ഓവർ ചെയ്യാൻ, നമുക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് പാസ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് സ്പിരിറ്റ് ഓഫ് വിന്നിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത. സോ ഡു വി ഹാവ് പ്രോപ്പർ സ്പിരിറ്റ് ഓഫ് വിന്നിങ്? നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്പിരിറ്റ് ഓഫ് വിന്നിങ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ വഴിക്ക് വെച്ച് നിർത്തി പോകുന്ന ഒരു ടൈപ്പ് ആളാണോ? ചിലപ്പോൾ നമ്മളൊക്കെ ആരും അങ്ങനെ ആവാം. ആരും അങ്ങനെയുള്ള ഒരാളാവാൻ സാധ്യതയുണ്ട്. സ്പിരിറ്റ് ഓഫ് വിന്നിങ് ഒന്നും ഇല്ലാതെ വഴിക്ക് വെച്ച് നിർത്താൻ സാധ്യതയുള്ള ആളാവാൻ സാധ്യത. ബട്ട് നമുക്ക് സ്പിരിറ്റ് ഓഫ് വിന്നിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒരു വിന്നറാണ് എന്നുള്ള വിചാരത്തോടു കൂടി. യഥാർത്ഥത്തിൽ ഒരൊറ്റ അണ്ടം 6 കോടി ബീജങ്ങളിൽ നിന്ന് ഒരു അണ്ടം മാത്രമാണ് അണ്ടവും ബീജം മാത്രമാണ് അണ്ടവുമായി കൂടിച്ചേർന്ന് സിദ്ധാന്തമായി സൈഗോട്ടായി ഒരു മനുഷ്യരൂപത്തിലേക്ക് വരികയും അത് മാതാവിന്റെ ഗർഭാശയത്തിൽ 200 ചില്ലാനം ദിവസം സസ്റ്റെയിൻ ചെയ്തതിനു ശേഷം ഭൂമിയിലേക്ക് വിക്ടോറിയസ് ആയിട്ട് വിന്നറായിട്ട് പുറത്തു വരികയും ചെയ്തു. ഈ വിന്നിങ് സ്പിരിറ്റ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്, തുടക്കം മുതൽ തന്നെ വിന്നിങ് സ്പിരിറ്റോട് കൂടി 6 കോടിയിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അത് ഹിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ മാത്രമേ ജയിക്കുന്നുള്ളൂ, ഒരാൾ മാത്രമേ സൈഗോട്ട് ആവുന്നുള്ളൂ, ഒരാൾ മാത്രമേ രക്തപിണ്ടോ മാംസപിണ്ടോ ആവുന്നുള്ളൂ, ഒരാൾ മാത്രമേ കുട്ടിയാവുന്നുള്ളൂ, ഒരാൾ മാത്രമേ പുറത്ത് എത്തുന്നുള്ളൂ. ആലോചിച്ച് നോക്കേണ്ടത് ആ ഒരു വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ, സസ്റ്റൈനബിൾ ആയിട്ട് വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഭൂമിയിലേക്കുള്ള വരവാണ് കൈ മുഷ്ടി ചുരുട്ടിയുള്ള ഒരു കുട്ടി ഭൂമിയിൽ ഭുജാതനാവുന്നത്. കൈ ഇങ്ങനെ ചുരുട്ടി മുഷ്ടിയൊക്കെ ചുരുട്ടിയിട്ടാണ് വരിക. ആശുപത്രിയിൽ നമ്മൾ പറയാറുണ്ട്, മെറ്റേണിറ്റി വാർഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ മുഷ്ടികൾ ചുരുട്ടി നിൽക്കും. അവരുടെ മുഷ്ടിയൊന്നും അവർക്ക് തുറക്കാൻ കഴിയാത്ത അത്ര പവറിലായിരിക്കും അവർ വരിക. സോ അതൊരു വിന്നിങ് സ്പിരിറ്റാണ്, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വിന്നിങ് സ്പിരിറ്റ്. സോ ഈ വിന്നിങ് സ്പിരിറ്റ് എന്ന് പറയുന്ന സംഭവം കുട്ടികളിൽ വിന്നിങ് സ്പിരിറ്റ് കൂടുതലായിരിക്കും. അതിങ്ങനെ വയസ്സ് കൂടും തോറും വിന്നിങ് സ്പിരിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അപ്പൊ വിന്നിങ് സ്പിരിറ്റ് മുതിർന്ന ആളുകൾക്ക് വിന്നിങ് സ്പിരിറ്റ് കുറവാണോ? കൂടുതൽ ലോജിക്കലായി തിങ്ക് ചെയ്യുന്ന, കൂടുതൽ അനലിറ്റിക്കലായി തിങ്ക് ചെയ്യുന്ന ആളുകളുടെ വിന്നിങ് സ്പിരിറ്റ് കുറവായിരിക്കും. കുറച്ച് തിങ്കിങ് ലെവലിൽ അത്രയും ഓവർ അനലിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യാത്ത ആളുകളുടെ വിന്നിങ് സ്പിരിറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും എടുത്തു ചാടി പല കാര്യങ്ങളും ചിലരൊക്കെ വിജയിപ്പിച്ച് പുറത്തു വരാറുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളും കഥകളൊക്കെ നമ്മൾ ഒരു ഉറ്റമാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വിന്നിങ് സ്പിരിറ്റ്, കുട്ടിക്കാലത്തെ ഉള്ള വിന്നിങ് സ്പിരിറ്റ് ഇപ്പം വെറുതെ ഇങ്ങനെ ഒബ്സർവ് ചെയ്താൽ ഇതിലുള്ള മുതിർന്ന ആളുകൾക്ക് മനസ്സിലാവും, കുട്ടിക്കാലത്തുള്ള അതേ വിന്നിങ് സ്പിരിറ്റ് ഓഫ് വിന്നിങ് എനിക്ക് ഇല്ലല്ലോ. അപ്പം ഈ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആറ്റിറ്റ്യൂഡ് ശരിക്ക് നമുക്ക് റീഗെയിൻ ചെയ്യണം, തിരിച്ചുണ്ടാക്കാൻ നമുക്ക് പറ്റാതെ വരുന്നത് നമ്മളുടെ ചുറ്റുപാടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ പുൾ ഡൗൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഫാക്ടർ, നമ്മൾ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആറ്റിറ്റ്യൂഡിനെ പുൾ ഡൗൺ ചെയ്ത് നമ്മളെ താഴെ ഇറക്കി, നമ്മളെ തണുപ്പിച്ച്, നമ്മളെ ഒന്നിനും പറ്റാതാക്കി, ഷണ്ഡീകരിച്ച് നമ്മളെ മൂലക്കലാക്കുന്ന അല്ലെങ്കിൽ സൈഡാക്കുന്ന, ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ മാനസികമായി തകർത്ത് കളയുന്ന ആളുകൾ ചുറ്റുവട്ടത്തുണ്ടാവും. സോ ഇവരെ വളരെ റോങ് ആയിട്ടുള്ള നെഗറ്റീവായ ഓവർ അനലിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു പ്രോസസ്സും ഒരു 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 പ്രോജക്റ്റും കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത രൂപത്തിലുള്ള ആൾക്ക്. സോ ബി കെയർഫുൾ അബൌട്ട് സച്ച് പീപ്പിൾ, സച്ച് സറൗണ്ടിങ്സ്. അത്തരത്തിലുള്ള സറൗണ്ടിങ്സ് ചുറ്റുപാടുമായിട്ട് എപ്പോഴും കെയർഫുൾ ആവുക എന്നുള്ളതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് ഓഫ് വിന്നിങ് മെല്ലെ 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 തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. കാരണം നമുക്ക് സ്വന്തമായിട്ടുള്ള തിങ്ക് അബിലിറ്റി നമുക്ക് പെർഫെക്ച്വേറ്റ് ചെയ്ത് അതിനെ കൊണ്ടുവരാനും, ആ തിങ്ക് അബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് മെല്ലെ ഓരോ ആക്ഷനിലേക്ക് നമുക്ക് ഇൻവോൾവ് ചെയ്യാനും, ഓരോ പ്രവൃത്തിയിലേക്ക് നമുക്ക് മെല്ലെ മെല്ലെ ഇറങ്ങാനും, അത് നമ്മൾ തീരുമാനിച്ച ഒരു അനലിറ്റിക്കൽ മെത്തേഡിൽ, ഒരു പാറ്റേണിൽ അതിനെ മെല്ലെ വിജയിപ്പിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. സോ ഇതിനൊക്കെ നമുക്ക് ആകെ വേണ്ടത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെൻറ്റേഴ്സ് നമുക്ക് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ഡെവലപ്പ് ചെയ്യാനും നമ്മളെ സ്പിരിച്വലി അല്ലെങ്കിൽ വിന്നിങ് സ്പിരിറ്റ് നമുക്ക് ഇൻഫ്യൂസ് ചെയ്ത് തരാനൊക്കെ. സോ അത്തരത്തിലുള്ള നല്ല ഒരു മെൻറ്റേഴ്സും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് സക്സസ് വിൻ ചെയ്ത് വരാൻ സാധിക്കുന്നത്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്പിരിറ്റ് ഓഫ് വിന്നിങ് കൂട്ടണം, അതിന് എന്തൊക്കെയോ പുൾ ഡൗൺ ഫാക്ടേഴ്സ് ഉണ്ട്. സ്പിരിറ്റ്
ഓഫ് വിന്നിങ് ആറ്റിറ്റ്യൂഡിന് പുൾ ഡൗൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ചിന്ത, നമ്മുടെ ശാരീരിക സ്ഥിതി, നമ്മളുടെ മാനസികാവസ്ഥ, നമ്മളുടെ ചുറ്റുപാട്, നമ്മളുടെ കൂടെയുള്ള ആളുകൾ, അങ്ങനെ പലതും, നമ്മളുടെ അറിവില്ലായ്മ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഏറ്റവും വലിയ ഘടകം. സോ ഈ ഓരോരോ ഘടകത്തെക്കുറിച്ചും നമ്മൾ എഴുതുകയും അനലൈസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം സ്പിരിറ്റ് ഓഫ് വിന്നിങ് ഇംപ്രൂവ് ചെയ്യുന്ന എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. സോ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ചെയ്യുന്ന ഏതൊരാളും വിജയിച്ചേ മടങ്ങൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒളിമ്പിക്സിലൊക്കെ നമ്മളിപ്പോൾ നല്ലോണം കണ്ടതാണ്. അത്തരത്തിൽ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ കൂടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. Thank you so much. It is a positive attitude. So love you all. Bye bye. Thank you, Rahman sir, Madhugud sir, Okay, thank you, sir. Nasser sir. Thank you, sir. Thank you so much. Thank you, and God bless.